4 ദിവസമായോ? 4 ദിവസമായോ? പോടാ, ഇന്നല്ലേ 4ാമത്തെ ദിവസം? ഇന്നാന്ന് തോന്നുന്നു 4ാമത്തെ ദിവസം. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. 3.4K വാച്ചിങ് ദ സ്ട്രീം. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ആൻഡ് ഈ 4 ദിവസം ഞാൻ അറിഞ്ഞുകൊണ്ടെടുത്ത ഗ്യാപ്പല്ല ഗൈസ്. ഞാൻ പറയാം, ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ടെലഗ്രാമിലെ കുറെ പുണ്ടച്ചികളെയും അല്ലാത്ത കുറെ പുണ്ടച്ചികളെയും, അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം 2 മാസമായി കേട്ടാ. അപ്പൊ ഞാൻ വളരെ റീസെന്റ് എനിക്ക് വേറെ കുറെ ആൾക്കാർ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറയണതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി. പ്രൊഫൈൽ സത്യം പറയാൻ അതിനകത്ത് എന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ്? ഞാൻ അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്നെ ഈ അഡൽ ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഒന്നും പറയണില്ല ഗൈസ്. എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കണതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള പോൺ ആക്ടേഴ്സും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണതിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ. പക്ഷെ ഇതങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറെ സാധനമുണ്ട്. വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ, അത് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണിയില്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ AI വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും. അതൊരു പ്രത്യേക തരം ഒരു ഇതാണ്. അതായത് ഏത് ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും ഇതാണ് അവരുടെ മെയിൻ പരിപാടി. അതിൻ്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോണിന് 250 രൂപ 300 രൂപ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളേരുടെയും അവരുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക്. ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി, മനസ്സിലായ? ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ആൻഡ് വേറെ ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ഗൈസ്. നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. ചില അമ്മമാർ സ്വന്തം വീട്ടിലെ ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും എന്ന്. ഞാൻ എന്നുവെച്ചാൽ ചായ തരാൻ വരുന്ന അമ്മ, രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള്, ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് ഞാൻ ശരിക്കും പറയാണ്, ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവന്മാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന്. എൻ്റെ അമ്മോ, ഇവനൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെയാണ് ആ വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത്. ഞാൻ ഇത് വെറുതെ തമാശ പറയല്ല.